പുഞ്ചിരി പടർത്തി രാഹുൽ, അടിത്തറ തോണ്ടി കേക്കച്ചൻ. തൻ്റെ മണ്ഡലത്തിൽ തലചായ്ക്കുവാൻ ഒരു വീടില്ലാത്ത ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ച് നൽകുവാൻ രാഹുൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ. ആ പദ്ധതി അനുസരിച്ച് നിരവധി വീടുകൾ ഇതിനോടകം രാഹുൽ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നടൻ ഷൈജു കുറുപ്പാണ് അപ്രകാരം ഒരു വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയത്. ഇന്നലെ സ്മൈൽ പദ്ധതി പ്രകാരമുള്ള മറ്റൊരു വീടിൻ്റെ കൂടി തറക്കല്ലിടൽ ചടങ്ങ് നടക്കുകയുണ്ടായി. ആ ചടങ്ങ് നിർവഹിച്ചത് നടി തൻവീറാമാണ്. ആ ചടങ്ങിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കാണാം. MLA ആയാൽ ആദ്യം എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ ഏതെങ്കിലും ഒരു വൻകിട പദ്ധതിയെ പറ്റി പറയുന്നതിനപ്പുറം പാലക്കാട് നിയോജകമണ്ഡലത്തിലെ വോട്ട് ചോദിച്ച വിവിധ ഭാഗങ്ങളിലേക്ക് ചെന്നപ്പോൾ ഞാൻ കണ്ട മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷമങ്ങളിലൊന്ന്, പ്രതിസന്ധികളിലൊന്ന് തലചായ്ക്കാൻ സ്വന്തമായ ഒരു കിടപ്പാടമില്ലാത്ത സാഹചര്യമാണ്. ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ സർക്കാരിൻ്റെതായ 2 പദ്ധതികളുണ്ട്. PMAY ഉണ്ട്, അതുപോലെ തന്നെ ലൈഫ്. ഞാൻ അതിന്റെ ഒരു രാഷ്ട്രീയ വിമർശനത്തിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ അതിന്റെ കാലതാമസങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ വലിയ മോഹൻ സാറിനായാലും ചെയ്ത ലോകം മുഴുവൻ കീഴടക്കിയിട്ട് വന്നാലും സ്വന്തം വീട്ടിൽ സ്വന്തം മുറിയിൽ ഒന്ന് കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമായി ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ സന്തോഷം ഇല്ലാത്ത, അത് സാധ്യമല്ലാത്ത മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിക്ക് ഏറ്റവും നല്ല പേര്, അത് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ആസിഫ് അലി സൂചിപ്പിച്ചതുപോലെ ഇങ്ങനൊരു പദ്ധതിക്ക് ഇടാൻ പറ്റുന്ന ഏറ്റവും നല്ല പേരാണ് സ്മൈൽ എന്ന് ആസിഫ് സൂചിപ്പിച്ചു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ പദ്ധതിക്ക് രൂപം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് അതിന്റെ സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളൊരു പ്രയാസം ഉണ്ടായി. അപ്പോഴാണ് പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് പരിപാടിക്ക് അപ്പോൾ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇതിൽ കുടുംബത്തിന്റെ സ്വപ്നത്തിന്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ഐ തിങ്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പദ്ധതിൻ്റെ പേര് പോലെ തന്നെ ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഭയങ്കര സന്തോഷത്തോടും സ്മൈൽ എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു ആസിക്കും സൈജുവേട്ടനും പറഞ്ഞ പോലെ തന്നെ അറിഞ്ഞിട്ട പേര് എന്നുള്ളത്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കാൻ ആശംസിക്കുന്നു. അസൂയമൂത്ത് രാഹുലിനെതിരെ വ്യാജവാർത്ത മരമുറി ചാനലിനെ കൊണ്ട് പടച്ചുവിട്ട് ഉടൻ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യിച്ച കേക്കച്ചൻ ഇപ്പോൾ സകല വിലയും പോയി മറ്റു കുത്തിത്തിരിപ്പുമായി നടക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന അവസ്ഥയിലായി കേക്കച്ചൻ. മിഷൻ 250യുടെ 21ാം ദിനമായ ഇന്ന് ലഭിച്ച ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ ഒരെണ്ണം കേട്ടാലും. തിരുവനന്തപുരം ജില്ല വിദുര പൊന്മുടി. എന്റെ പേര് മുഹമ്മദ് ഷാവി. നമ്മുടെ ഈ വാർത്ത, ഈ BD സതീശന്റെ വാർത്ത നല്ല, അത് കൊള്ളാം. നല്ല നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയിച്ചതിൽ വളരെയധികം സന്തോഷം, വളരെയധികം അഭിനന്ദനം. അല്ല, ഇതിന് ഈ മനുഷ്യൻ, ഈ കോൺഗ്രസ്സുകാരന്മാർ, ഞാൻ ഒരു CPM-കാരനാണ്, ഇവനെ ഇങ്ങനെ വെച്ച് വാഴിച്ചല്ലോ എന്നുള്ളതാണ്. കഷ്ടമായി പോയി. ഈ കേക്കച്ചനെ കുറിച്ച് ഇപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ അറിയുന്നത്. സത്യത്തിൽ ഞാനോർത്ത് നല്ല ആക്റ്റീവ് ആണ്, നല്ല ഇത്. പക്ഷേ പിന്നെ ഒരു വാർത്താ ചാനൽ ഈ ഏക്കാനിന്റെ കയ്യെ തട്ടിയപ്പോഴേ എനിക്കൊരു അപ്പോഴൊരു മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ ആള് ശരിയല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു. ഏക്കാനിന്റെ കൈ, അപ്പൊ അയാൾ ഒരു വേറൊരു ക്യാരക്ടറാണ്, എങ്കിൽ നമുക്ക് ഇഷ്ടമല്ല. എങ്കിലും ആ കയ്യെ തട്ടിയപ്പോ എനിക്ക് ഇവന്റെ ആ ഡീറ്റെയിൽസ് നമുക്ക് പിടിക്കും. അതുപോലെ കെ സുധാകരന്റെ കണ്ടില്ലേ മൈക്ക് പിടിച്ച് മാറ്റി. അത് വലിയൊരു സംഭവം. അപ്പൊ അപ്പോഴേ ഞാൻ ഇവനെ കുറിച്ച് ഇവൻ അധികം നാള് ത്തില്ല. കാരണം നമ്മൾ ഓരോ വാർത്തകൾ നമ്മൾ ഇപ്പം ഈ ഉണ്ണിത്താൻ, മുരളി, ഇവര് ഈ മുസ്ലിങ്ങളെ കുറിച്ച് അവഹേളിച്ച് പറഞ്ഞ അവർക്ക് അപ്പോഴേ പണി കിട്ടിയിട്ടുണ്ട്. അത് ഒരു സത്യമായ കാര്യമാണ്. ഈ VD സതീശന് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇവൻ നിങ്ങൾ എന്തോ ഒരു പേരിട്ടിരിക്കുന്നത്, അത് കൊള്ളാതെ കേക്കത്ത്. അല്ല, അത് ഇന്നലെ അത് എന്തായാലും അവിടെ AICC അവനെ അവിടെ നല്ല പണി കിട്ടിയെന്ന് തോന്നണം. അവിടെ നിങ്ങളുടെ ഐശ്വര്യം ഇവനല്ലേ, ഈ കേക്കച്ചനല്ലേ നിങ്ങളുടെ ഐശ്വര്യം. കാരണം ഇവന് ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം പിണറായിക്ക് വളരെ സാധ്യത കൂടുകയല്ലേ ചെയ്യുന്നത്. സാധ്യത അങ്ങനെയല്ല. നമുക്ക് കോൺഗ്രസ് വേണം, കോൺഗ്രസിനെ വേണം, എന്നാലേ ഇവരും കൂടി ഒരു ഇതാവുള്ളൂ. അങ്ങനെ നമ്മൾ തീരെ ഇതാക്കി കഴിഞ്ഞാലേ അത് അങ്ങനെ വരാൻ പാടില്ല, പോകരുതെന്നാണ് പറയുന്നത്. കാരനായ നിങ്ങൾ പോലും പറഞ്ഞൊരു പ്രതിപക്ഷം വേണം. പക്ഷെ ഇവന്മാര് ഇവിടെ നിന്ന് നശിപ്പിക്കുമല്ലേ.
വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം നശിപ്പിച്ചവൻ പറഞ്ഞു കേട്ടല്ലേ ഇത് ഇടതുപക്ഷത്തിന്റെ ഐശ്വര്യം ഇവനാണെന്ന് കേക്കച്ചൻ. ഇവനിവിടെ ഇത്രയും കാലം പിണറായി മൂന്നാമതും വരുമെന്ന് പറയുന്നത് കേട്ടില്ല. സത്യം ഒരു വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള ഉറപ്പായിട്ട് വരും. വെടിവുള്ള കാര്യങ്ങൾ പറയത്തുള്ളൂ. ഇവൻ പണ്ട് ഇത് ഏതാണ്ട് ഒരു വലിയ ഒരു തലച്ചോറില്ലാത്തവനാണവൻ. ഇവനെ ഇങ്ങനെയെന്ന് വെച്ച് ഇവനെ പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് മുഖ്യമന്ത്രി ആവുള്ളൂ. ഇവൻ അങ്ങനെയൊന്നും മുഖ്യമന്ത്രി ആവാനൊന്നും പറ്റത്തില്ല. ഒരു പറവൂരിലെ ഒരു മണീച്ചയും തട്ടിപ്പുകാരനാണെന്ന് നോക്കണേ. അവൻ ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് വരെ എത്തിയത്. എത്ര എണ്ണത്തിനെ കുതികാലി വെട്ടിയും കാലുവാരിയും തകർത്തുവാണ് ഇവൻ ഈ മണീച്ചയും തട്ടിപ്പുകാരൻ ഈ പദവി വന്നത്. അത് ഇവന് പണ്ട് കാർത്തിയൻ ഒരു വഴി ഒരുക്കി കൊടുത്തു. അന്ന് അവൻ കുറെ പൈസ ഉണ്ടാക്കി. ആ പൈസ ഇന്ന് കോടികളുടെ ആസ്തിയായി. അതാണ് എന്റെ യഥാർത്ഥ സത്യം. അന്ന് അവന് കമ്മീഷൻ വ്യവസ്ഥയിൽ പൈസ കിട്ടിയവന്. 3 ആള് ബിനാമികൾ വഴി, ഒരു മുസ്ലിം സാഹിബ്, ഒരു മൂവാറ്റുപുഴ, ഒരു കായംകുളത്തുകാരൻ, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ദുബൈയിൽ ഒരാള്, അങ്ങനെ 3-4 പേരിനെ ഇവൻ നല്ലവണ്ണം ഇൻവെസ്റ്റ് ചെയ്ത് അവർ നല്ല ബിസിനസ് ചെയ്ത് അതിൽ പൈസ ഉണ്ടാക്കി. അങ്ങനെയൊക്കെ ഒത്തിരി അവൻ ആ പൈസ വെച്ചാണ് ഈ കളി കളിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കളിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഞാനത് വളരെയധികം എനിക്കത് ഇഷ്ടപ്പെട്ടത്. രാഹുലിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച കേക്കച്ചനെയും കേക്കച്ചന്റെ സ്ഥാനാർത്ഥികളെയും ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കും എന്ന ദൃഢപ്രതിജ്ഞയിലാണ് ജനങ്ങൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.